പ്രൊഫസർ എം കെ സാനുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ വൈകിട്ട് 5 മണിക്കാണ് സംസ്കാരം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മീഡിയ വണ്ണിനു വേണ്ടി എഡിറ്റർ പ്രമോദ് രാമൻ പുഷ്പചക്രം അർപ്പിച്ചു. മുഹ്സീന സുവുണ്ട് വിവരങ്ങൾ നൽകാനായി. മുഹ്സീന, എറണാകുളത്തിന്റെ പൊതുപരിപാടിയിൽ നിറസാന്നിധ്യമായിരുന്നു എം കെ സാനുമാഷ്. സാനുമാഷിനെ എങ്ങനെയാണ് എറണാകുളം നഗരി ഇപ്പോൾ യാത്രയാക്കുന്നത്? സംസ്കാരം എപ്പോഴാണ്? ഇപ്പോഴും പൊതുദർശനം തുടരുകയാണോ? മറ്റു വിവരങ്ങൾ? അജി, എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 3:30 വരെ ഈ പൊതുദർശനം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ 5 മണിക്കാണ് രവിപുരം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അത് അല്പം നേരത്തെയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3:30 ഇവിടെയുള്ള പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാരത്തിനായി സാനുമാഷിൻ്റെ ഭൗതിക ശരീരം ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഒട്ടനവധി പ്രമുഖരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഇവിടെ തന്നെ ഉണ്ട്. സാനുമാഷിൻ്റെ അരികിലിരുന്ന് അദ്ദേഹവുമായുള്ള പഴയകാല ഓർമ്മകളെല്ലാം അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അജി സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയെ മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് ഒരു സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ, സാഹിത്യ മേഖലകളിലെല്ലാം തന്നെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു മഹാനാണ്, വ്യക്തിത്വമാണ് കടന്നു പോകുന്നത്. ഈ ഒരിടക്ക് MLA ആകാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഇടത് സ്വതന്ത്രനായാണ് അദ്ദേഹം അന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് മത്സരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നത്. എന്താണെങ്കിലും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ്റെ വിയോഗത്തിൽ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയിരിക്കുകയാണ്. സാനുമാഷിനെ സംബന്ധിച്ച് അധ്യാപകൻ, എഴുത്തുകാരൻ, സാഹിത്യകാരൻ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ, അങ്ങനെ അദ്ദേഹത്തിന് ചാർത്തിക്കൊടുക്കാൻ പറ്റുന്ന വിലാസങ്ങൾ ഒട്ടനവധിയാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന് വ്യക്തിമുദ്ര പതിപ്പിക്കുക മാത്രമല്ല, പല കാര്യങ്ങളിലും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളൊക്കെ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം പോലും അദ്ദേഹം ഈ അവശത അനുഭവിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയമായ കാര്യം. എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഓരോ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ പരിപാടികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ പ്രകടമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ടൗൺ ഹാളിൽ അദ്ദേഹം നേരത്തെ സ്ഥിരമായി പല പരിപാടികളിലൊക്കെ പങ്കെടുത്ത അദ്ദേഹത്തിന് ഇപ്പോൾ ഭൗതിക ശരീരം ഇവിടെയുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ അനവധിയായ ആളുകൾ ഇവിടെ എത്തുമ്പോഴും പലതരത്തിലുള്ള ഓർമ്മകളാണ് ആളുകളുടെ മനസ്സിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും 5 മണിയോടുകൂടി രവിപുരം ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയാണ് നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ പി രാജീവ്, കെ രാജൻ, ആർ ബിന്ദു, MB രാജേഷ്, ശിവൻകുട്ടി, അങ്ങനെ തുടങ്ങി മന്ത്രിമാർ, MLA മാർ, MP മാർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, MA ബേബി, ഗോവിന്ദൻ മാഷ്, അങ്ങനെ പല രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എറണാകുളം ജില്ലയിൽ എത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എല്ലാവരും ആ തിരക്കുകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് സാനുമാഷെ അവസാനമായി കാണാൻ എത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതുതന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ബഹുമതിയും. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നാളുകൾ എല്ലാം ആളുകൾ ഓർത്തെടുക്കുകയാണ്. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം ഏറെ കേരളക്കാരെ ആകെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ, കൃത്യമായ കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായ പല രാഷ്ട്രീയ, സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ തന്നെ കൃത്യമായൊരു പ്രതികരണങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് നൽകുന്ന അപൂർവ വ്യക്തിത്വമായിരുന്നു. അതായത് ചില പ്രശ്നങ്ങളിൽ സാനുമാഷിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് അറിയാൻ കേരളം കാത്തിരിക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ മാധ്യമപ്രവർത്തകരായ നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തിന് തേടി പോകുമ്പോൾ ആരെയും നിരാശരാക്കാറില്ല. അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകൾ പറയും, അത് എഴുതും. ആ രീതിയിൽ അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുത്ത് അത്തരത്തിലുള്ള സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി വിശദീകരിക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരാളാണ്
സാനു മാഷ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ അവശതകൾക്കിടയിലും കേരളത്തിൻ്റെ ഒരു ഒരു നാവായി തന്നെ നിലകൊണ്ട ആളാണ്. കാരണം സാനു മാഷ് എന്ത് പറയുന്നു എന്ന് നോക്കുന്ന കാതോർക്കുന്ന ഒരു ജനതയാണ് കേരളം. ജനത അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അത്യധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ 25-ാം തീയതിയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ വീണ് പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ എത്തുന്നത്. അന്ന് തൊട്ട് തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. ന്യൂമോണിയ കൂടി ബാധിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ അല്പം പ്രയാസത്തിലേക്ക് പോയത്. അപ്പോഴും അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. മലയാള സാഹിത്യ ലോകം ഇന്ന് യാത്രാമൊഴി ചൊല്ലും. പൊതുദർശനം ഇപ്പോഴും എറണാകുളം ടൗൺ ഹാളിൽ തുടരുകയാണ്. മോസിന അസു ആണ് വിവരങ്ങൾ നൽകിയത്.